ഇപ്പം തോന്നുന്നുണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറുന്നു എന്ന്. മേളിലെ യോഗ അടിപൊളിയായിട്ട് ചെയ്തത് കണ്ട് നമുക്ക് ആ ചെയ്ത ആളോട് ചോദിക്കാം. പേര്? മഞ്ജു. ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മാറ്റുന്നത് മാത്രമല്ല വരാതിരിക്കാനും യോഗ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. നമുക്ക് വരുന്നത് കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന തുടങ്ങിയുള്ള കേസുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ടും വേദനകളെല്ലാം. അതെ, ഇഷ്ടമായിട്ടല്ല, ആദ്യം മടിയുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായി. വന്നപ്പോൾ മുട്ട് ഒരു തരത്തിൽ എനിക്ക് താഴേന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത കാലം അവിടെ വെച്ച് അങ്ങനെയാണ് കയറി ഞാൻ വന്നത്. ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ അന്നും 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റെപ്പ് മേലിലോട്ട് ചാടി കയറുമായിരുന്നു, ഓടി കയറാം. എനിക്ക് യോഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെ ബോഡി സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ വളരെ പോസിറ്റീവ് എനർജി. നമ്മളുടെ ലേസിനെസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾക്ക് പിന്നെ കാണില്ല. മെമ്മറി പവർ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സന്തോഷമായിട്ട്, ഒരുപാട് സന്തോഷമായിട്ട് യോഗയിലേക്ക് വന്ന് തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും. നമസ്കാരം. നമ്മളിപ്പോ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ വന്നേന്ന് പറഞ്ഞാൽ യോഗ കൊണ്ട് മുട്ടുവേദന, പെടലി വേദന, നടുവേദന ഇതെല്ലാം മാറ്റുന്ന ഒരു സ്ഥലമാണ്. യോഗ ചെയ്ത് അതൊക്കെ മാറും. യോഗ ചെയ്താൽ മാറും. ഇത് കാണണമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണ് ഇവിടെ വരുന്നത്. നമുക്കൊന്ന് കാണാം, അവരുടെ അഭിപ്രായം കേൾക്കാം. സന്തോഷേട്ടാ, ചെയ്യുന്നല്ലേ? നമ്മൾ മേളിലാണ് ചെയ്യുന്നത്. ഇത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ 1-2 പേരൊന്നും അല്ല, ഒരുപാട് പേരുണ്ട്. മാത്രമല്ല ഇവർ പലർക്കും ഇവിടെ വന്നിട്ട് സുഖമായവരെ നമുക്ക് പരിചയപ്പെടാം. ചെരുപ്പ് തണ്ട നല്ല ഓർഡർ ആയിട്ട് ഇട്ടേക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളാരം കല്ലുകളാണ്. ഇതേ ചവിട്ടിയിട്ടാണ് അകത്തോട്ട് കയറുന്നത്. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരാളെ കാണാം. വാ, നമ്മൾ കാണേണ്ട ആളാണ്. നമസ്തേ. പേര്? സുധീഷ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാം. നമ്മുടെ യോഗ സെന്ററിന്റെ പേര്? പൈട്രിക് സ്കൂൾ ഓഫ് യോഗ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പം നമ്മൾ എത്ര വർഷമായി സാർ യോഗയിൽ വന്നിട്ട്? യോഗയിൽ വന്നിട്ട് 16 വർഷത്തോളമായി. 16 വർഷമായി. അത് വരാനുള്ള കാര്യം എന്ന് പറയുന്നത്? വരാനുള്ള നമ്മുടെ മാനസികമായ പ്രശ്നവും സ്ട്രെസ്സും കൊണ്ടാണ് യോഗ പഠിക്കാൻ വേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ മാറ്റം കൊണ്ടത് മറ്റുള്ളവർക്കും പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതൊക്കെ ഒരു 10 വർഷത്തോളമായി. 10 വർഷം കൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. വാ ഡോക്ടറെ, നമസ്കാരം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കയറി വന്നപ്പോൾ തന്നെ ഈ സാധാരണ യോഗ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും യോഗ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ യോഗ കൊണ്ട് ഒത്തിരി ഗുണമുണ്ടെന്നുള്ളത് നമുക്ക് കാണാം, ആൾക്കാരുടെ അഭിപ്രായം അറിയാം. അതിനു മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറാണിത്. അത് മാത്രമല്ല ഇവിടെ കുറേ ചികിത്സാ രീതിയുണ്ട് യോഗയായിട്ട് ബന്ധപ്പെട്ട്. നമസ്കാരം ഡോക്ടറെ. നമ്മുടെ യോഗയല്ല, പേര് ഇദ്ദേഹത്തിന്റെ? പേര് സുകന്യ. സ്ഥലം? പത്തനംതിട്ട. ശരി. അപ്പൊ ഈ യോഗ അല്ലാതെ ഇവിടെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്? ഇവിടെ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന തുടങ്ങിയുള്ള കേസുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ടും വേദനകളെല്ലാം. അതെ, വേദനകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. രോഗനിർണയത്തിന് ശേഷം നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനുശേഷം നമ്മൾ പഞ്ചകർമ്മ തെറാപ്പിയും യോഗ തെറാപ്പിയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയ കേസുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പഞ്ചകർമ്മയ്ക്കുള്ള റൂമുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ കൂടാതെ മെഡിസിനുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്റേണൽ മെഡിസിൻസ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ട്രീറ്റ്മെന്റ് രോഗനിർണയം നടത്തിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇന്റേണൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെയാണ് നമ്മൾ പഞ്ചകർമ്മ തെറാപ്പിയും യോഗ തെറാപ്പിയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം യോഗയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്ര മുട്ടു മടക്കാത്തവർക്കും സ്റ്റെപ്പ് കയറാത്തവർക്കും ഒക്കെ പരിഹാരമുണ്ട്. പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന കേസ്. ഡോക്ടർ, ഇവിടെ രോഗികൾ മാത്രമാണ് വരുന്നത്? അല്ല, ഇവിടെ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ മീൻസ് ഒരു 8 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മുതൽ ഇവിടെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം രോഗം വരാതിരിക്കാനും ഈ ഒരു യോഗ എന്ന് പറയുന്ന ഒരു വ്യായാമം വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ. നമസ്തേ. പേര്? ആതിര. സ്ഥലം? ഞാൻ തിരുവല്ല തന്നെയാണ്. ബിലീവേഴ്സിൽ വർക്ക് ചെയ്യുവാണ്, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ. എന്തോടെ? അവിടെ MBBS സ്റ്റുഡൻസിന് ഫിസിയോളജി അധ്യാപികയാണ്. ശരിക്കും എങ്ങനെയുണ്ട് ഇവിടെ? ഇപ്പൊ വന്നിട്ട് എത്ര ആളായി? ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഞാൻ റിസർച്ച് ചെയ്യുവാണ്. യോഗ റിലേറ്റഡ് ആയിട്ടുള്ള PhD ഇപ്പൊ തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിലെ യോഗ അടിപൊളിയായിട്ട് ചെയ്തത് കണ്ട് നമുക്ക് ആ ചെയ്ത ആളോട് ചോദിക്കാം. പേര്? മഞ്ജു. എത്ര വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്? 7 വർഷമായിട്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ യോഗ തെറാപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ ഈ ചിരി സന്തോഷമൊക്കെ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് കിട്ടിയാന്നോ? അതെ, ആണ്. നല്ല മാറ്റമുണ്ട്. ശരിക്കും യോഗ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴായിട്ടുള്ള വ്യത്യാസം? ഞാൻ ഇവിടെ വന്ന തന്നെ വയ്യാതെ വന്നൊരു വ്യക്തിയാണ്. വയ്യാതെ വന്നതാ? എന്തായിട്ട് വന്ന്? ബാക്ക് പെയിൻ കൂടി സർജറി പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ. സർജറി പറഞ്ഞതാ? ഇപ്പം ഒരു കുഴപ്പമില്ല. ഈ സർജറി പറഞ്ഞ എത്ര നാൾ മുമ്പാ? 7 വർഷം മുമ്പ്. അത് കഴിഞ്ഞൊക്കെ ഈ യോഗയും കുനിഞ്ഞതിനും ഒന്നും ഒരു പ്രശ്നമില്ല. വേറെ മരുന്നൊന്നും കഴിക്കാതെ തന്നെ. അപ്പൊ നേരെ നേർക്കാഴ്ചകളാണ് മരുന്നും മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണ് ഈ നിൽക്കുന്നത്. നമസ്തേ. പേര്? ദേവിക. കാർത്തിക ഫാർമസ്യൂട്ടിക്കലിൽ വർക്ക് ചെയ്യുക. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 6 മന്ത് ആകുന്നു.
എങ്ങനെയുണ്ട് യോഗ ചേഞ്ച് എനിക്ക് ഗൈനക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ടാബ്ലറ്റ് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പം ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ 6 മന്ത് കൊണ്ട് തന്നെ എല്ലാം റെഗുലർ ആകാനും എല്ലാം ശരിക്കും മാറ്റമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം തോന്നുന്നുണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറുന്നു എന്ന്. സ്റ്റാർട്ട് ചെയ്യാറുന്നു. ഭയങ്കര ഹാപ്പിയാണ്. സാർ ഇതാരാ? ഇത് പ്രസന്ന ചേച്ചിയാണ്. എന്തായിട്ട് ഇവിടെ വന്നേ? ചേച്ചി ബാക്ക് പെയിൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബാക്ക് പെയിൻ ആയിട്ട് ചേച്ചിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ചേച്ചി ഇവിടെ വരുന്നത്. സ്ഥലം പെരിങ്ങര അടുത്ത സ്ഥലമാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പോൾ? എനിക്ക് കുഴപ്പമില്ല. ഇല്ല. എന്തുമായിട്ടാ വന്നത് ഇവിടെ? എനിക്ക് സ്റ്റെപ്പ് പോലും കയറാൻ വയ്യാത്ത അവസ്ഥയിൽ നടുവിനുവേദനയായിട്ട് ഞാനിവിടെ വന്നു. ഒട്ടും സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. വയ്യ നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കുന്നതിന് മാത്രമേ ഉള്ളായിരുന്നു ബുദ്ധിമുട്ടില്ല. നടുവിനുവേദന ആയതുകൊണ്ട് എന്നെ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് ബലിയിടാനൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു കുനിഞ്ഞെന്ന്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ബലിയിടാൻ പറ്റി. ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും, എല്ലാം സ്റ്റെപ്പ് കയറാനും എല്ലാം പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യുന്നത് മാത്രമല്ല. സാറോട് ചോദിക്കാം, സാറേ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? അക്കാഡമിക്കലായിട്ട് UG PG കോഴ്സുകളുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ MVOC ഉണ്ട്, TTC ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐവയുടെ ഇന്ത്യൻ യോഗ അസോസിയേഷൻ്റെ അസോസിയേറ്റ് സെൻറ്ററും കൂടാണ് കേരളത്തിലെ 2 സെൻറ്ററിൽ ഒരു സെൻറ്ററാണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടീച്ചേഴ്സിനെ പ്രൊഡക്റ്റ് ചെയ്ത് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർമാർ വരെ ഇവിടെ വന്ന് പഠിക്കുന്നത്. അതെ 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 അല്ല യോഗ ചെയ്യുന്നത്. അതെ. ഇപ്പം നാമിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടാണെങ്കിലും ടീച്ചിങ് ട്രെയിനിങ്ങിന് ഇവിടെ എത്താറുണ്ട്. അവരെ വീണ്ടും നല്ല ടീച്ചേഴ്സായിട്ട് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. നമസ്കാരം. പേര്? ഗായത്രി. ഇവിടെ എന്ത് ചെയ്യുന്നു? PG ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. പേര് മീനു. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. എത്ര നാളായി വന്നിട്ട്? 6 മാസം. എങ്ങനെയുണ്ട് യോഗ? നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി പുതിയ തലമുറയൊക്കെ നല്ലതായിട്ട് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ 1 വർഷമായി ഇവിടെ പഠിക്കാൻ. 1 വർഷമായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാ. പേര്? അശ്വതി. എന്ത്? ഞാനിവിടെ PG ഡിപ്ലോമ പഠിക്കുന്നുണ്ട്, കോഴ്സ് ചെയ്യുന്നുണ്ട്. കുട്ടികളെയൊക്കെ പുതുതായിട്ട് ഇനി പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതെ അതെ. വെളിയിലൊക്കെ എന്ത് പറയുന്നുണ്ട്? നല്ല അഭിപ്രായമല്ല. നമസ്കാരം മേഡം. പേര്? എൻ്റെ പേര് പ്രിൻസി. ഞാൻ ബിലീവേഴ്സിന്റെ ലീഗൽ ഓഫീസർ അഡ്വക്കേറ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 6 months ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബോഡി ഭയങ്കര ഫ്ലെക്സിബിളായി, അതേപോലെ ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നല്ലൊരു സോഷ്യലൈസേഷൻ ഇവിടെ വന്നാണെങ്കിലും, പിന്നെ ആ മോർണിംഗ് നമ്മുടെ ഒരു എക്സസൈസസ് എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമസ്കാരം. പേര് ദിലീപ് എന്നാണ്. ഞാൻ ഏതാണ്ട് 5 വർഷത്തോളമായി. 5 വർഷമായി. ഞാൻ ഇവിടെ വന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെ ചെയ്യും, നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ അടുത്ത് വന്നിട്ട് സാർ എത്ര കഠിനമായിട്ടുള്ളതാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ശരീരത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സാറ് വളരെ നല്ല സ്മൂത്തായിട്ട് സാറ് പഠിപ്പിച്ചിരുന്നു. നമസ്കാരം. പേര്? എൻ്റെ പേര് ശ്രീജിത്ത്. വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എങ്ങനെ വ്യത്യാസം? ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ഫീൽ വരുന്നുണ്ട്. ആ യോഗ എന്നുള്ള ആ ഒരു സാറ് തുടക്കത്തിൽ അതിൻ്റെ ആ തിയറി പാർട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമസ്കാരം. പേര്? ഗോപിദാസ്. എത്ര നാളായി ഇവിടെ വന്നിട്ട്? 7 വർഷമായി. 7 വർഷമായി. എങ്ങനെയുണ്ട് യോഗ? വളരെ ഗംഭീരം. ഞാൻ പ്രത്യേകിച്ച് ഒരു അസുഖം ഉണ്ടായിട്ടൊന്നും വന്നൊന്നുമല്ല. യോഗയെക്കുറിച്ച് കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വന്നതാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ശാരീരിക പ്രശ്നങ്ങളില്ല. നമസ്കാരം. ഡോക്ടർ ലൗഷ്യ. ഡോക്ടറാണ്. അതെ. ഞാൻ ആദ്യമേ പറഞ്ഞു ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം യോഗയുടെ പ്രാധാന്യം എന്തോന്ന് അറിയാമല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഞാൻ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് എന്താ പറയണ്ടത്, ഞാൻ പ്രീ ഡയബറ്റിക് ആയിരുന്നു. ഇവിടെ വന്ന് എൻ്റെ ഷുഗേഴ്സ് കൺട്രോളായി. പിന്നെ മെയിൻലി മെൻ്റൽ ഹെൽത്ത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ജോയിൻറ്റ്സ് തീരെയും അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചമരം പണിഞ്ഞിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. സോ അതൊക്കെ ഇപ്പം എനിക്ക് സാധിക്കുന്നു. നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ ഷുഗർ ലെവൽസ് വിത്തൗട്ട് എനി മെഡിസിൻ ഇപ്പം നല്ല കൺട്രോളിലാണ്. ഒരു കുഴപ്പമില്ല. എനിക്ക് അത് എൻ്റെ ഒരു അഡ്വൈസ് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മാറ്റുന്നത് മാത്രമല്ല വരാതിരിക്കാനും യോഗ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന വെറുതെ ഡോക്ടർമാരാണ്. നമസ്തേ മാഡം. പേര്? ഡോക്ടർ ഗീത. ഡോക്ടർമാർ ഒരു കോട്ടയം ഇവിടെ. എങ്ങനെയുണ്ട് യോഗ? നല്ല മൈൻഡ് റിഫ്രഷിംഗ് ആണ്. നമുക്ക് പോസിറ്റീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു സുഖമില്ല. സുഖമില്ല. പിന്നെ ജോയിൻസ് എല്ലാം ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ നമ്മുടെ ശരീരം കൂടുതലും ഊർജ്ജം തോന്നും. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു ഒട്ടും സാധനം കഴിക്കാത്ത പോലെ, ആഹാരം കഴിക്കാത്ത പോലെ. നമസ്തേ മേഡം. നമസ്തേ, എൻ്റെ പേര് ശ്രീലത. എത്ര നാളായി യോഗ ചെയ്യുന്നത്? ഞാൻ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. 5 വർഷമായി. യോഗയുടെ കുറേ കോഴ്സസ് ഒക്കെ പഠിച്ച് ഇപ്പോൾ ഞാനിവിടുത്തെ യോഗ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ അധ്യാപികയാണ്. യോഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള വളരെ ബോഡി സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ വളരെ പോസിറ്റീവ് എനർജി. നമ്മളുടെ ലേസിനെസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾക്ക് പിന്നെ കാണില്ല. അതേപോലെ ഒരുപാട് നമ്മൾ മെമ്മറി പവർ ഒരുപാട് നമ്മൾക്ക് കൂടും. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാനിരുന്നു അത് മറന്നുപോയി എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരിക്കലും അതുണ്ടാവില്ല. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സന്തോഷമായിട്ട്, ഒരുപാട് സന്തോഷമായിട്ട് യോഗയിലേക്ക് വന്ന് തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടോ കൂടുതലായിട്ട്? കുട്ടികളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് സാർ. ഇപ്പം നമ്മൾ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് യോഗയിലേക്ക് കൊണ്ടുവരേണ്ടത്. പുതിയൊരു തലമുറ നല്ലതായിട്ട് വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മദ്യലഹരി മാഫിയയ്ക്ക് എതിരെ നമ്മൾ തന്നെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുത്താൽ അവരെ കൊണ്ട് മാത്രമേ ഇത് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതെ മോളെ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ല മാറ്റമുണ്ട്. ഇഷ്ടമായിട്ട് വന്നതാണോ ആദ്യമേ? ഇഷ്ടമായിട്ടല്ല, ആദ്യം മടിയുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോഴേ അടിപൊളിയായി. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ആദ്യം ഒരു മടി ഉണ്ടാവും, പക്ഷെ വന്ന് തുടങ്ങിയ അടിപൊളിയാ. മോനെ എങ്ങനെയുണ്ട്? കൊള്ളാം. എത്രല്ല പഠിക്കുന്നേ? ഞാനിപ്പോ +2 ആയിരുന്നു. ഇഷ്ടമായിട്ടാണോ വന്നത്? എല്ലാം മടിയായിരുന്നു. തുടക്കത്തിൽ താല്പര്യം കുറവാണ്, കാരണം യോഗയല്ലേ. യോഗയാ. പിന്നെ വന്നപ്പോഴാണ് നമുക്ക് ഇപ്പോൾ സാധാ ആസനാസ് ആണെങ്കിലും അഡ്വാൻസിലോട്ട് പോകുന്നതോറും താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടിപൊളിയായി വരുന്നുണ്ട്. മോനെ അടുത്ത ആളോടൊക്കെ പറയുമോ? ഉണ്ട്, ഞാൻ പറയാം. പിള്ളേരൊക്കെ യോഗ ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ എന്ത് പറയുന്നേ? അവർക്ക് താല്പര്യം കാണത്തില്ല. ഒരു 3-4 യോഗ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് കറക്റ്റ് ആവില്ല. മോന്റെ കുട്ടിഞ്ഞ് വരും. ഇനി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ സാറ് ഏകദേശം ഇവിടെ എത്ര കുട്ടികൾ വരുന്നുണ്ട്? കുട്ടികൾ ഞങ്ങൾ പല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ BEd കോളേജിൽ, സെൻറ് മേരീസ്, അങ്ങനെ പിന്നെ ഡെൻ്റൽ കോളേജ് പുഷ്പേരിയിൽ, അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇഷ്ടംപോലെ ഡോക്ടർമാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ, രാവിലെ ഇവിടെ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ അസുഖങ്ങൾ കുറേ പേർക്ക് ഇവിടെ വന്നിട്ട് യോഗയും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതിൽ നിന്ന് മാറുന്നെന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് യോഗ എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവരെയും ധാരണ എന്തോ ഒരു ശരീരം നന്നാക്കാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ പോകുന്നുള്ള രീതിയാണ്, വയറ് കുറയോ വണ്ണം. അതിനും അപ്പുറം എന്തൊക്കെയാണ് യോഗ? സാറേ, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റിലാക്സേഷനാണ്. പിന്നെ അതുകൂടാതെ തന്നെ യോഗ ഒരു തെറാപ്പിയാണ്. ശരിക്കും ഒരു തെറാപ്യൂട്ടിക്കൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് അതിനെ ആസനാസിനെല്ലാം പിന്നെ അത് ഒരു ഓർഡറാക്കിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ അതും കൂടാതെ തന്നെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറുന്ന ഒരു സമ്പൂർണ്ണമായൊരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. നല്ല ചിരിയും സന്തോഷവും, നല്ല സന്തോഷത്തോടുകൂടി സദാ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് പിന്നെ യോഗയെ ലോകത്തിന് സംഭാവന ഭാരതം കൊടുത്തു എന്നൊക്കെ പറയുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ യോഗയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എന്താണ് ഡോക്ടറും അല്ലെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം കൂടെ ഒന്നിച്ചായത്? സാറേ, ഇത് കൂടുതൽ ആൾക്കാർ യോഗയ്ക്ക് വരുന്നത് അവരുടെ ബാക്ക് പെയിന്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ആസ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശമനം കിട്ടും എന്നൊരു ധാരണയിലാണ് കൂടുതൽ ആൾക്കാർക്ക് യോഗ ചെയ്താൽ മാറും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ധാരണ തെറ്റാണ്. ഇപ്പം യോഗ ചെയ്യേണ്ട ആൾക്കാർ പിന്നെ അസുഖമില്ലാത്ത അവസ്ഥയിലാണ് യോഗ ചെയ്യേണ്ടത്. ശരി, അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടി യോഗയുടെ ഒരു തെറാപ്യൂട്ടിക്കൽ സെക്ഷൻ തന്നെ ഉണ്ട്. അതിന് നമുക്കൊരു ഡോക്ടറുടെ കൺസൾട്ടിങ് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ ആയുർവേദത്തിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ ആ ഡോക്ടറുടെ കൺസൾട്ടിങ് എടുത്തതിന് ശേഷം മാത്രമാണ് യോഗ തെറാപ്പി എന്ന് പറയുന്ന സെക്ഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് അസുഖമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ യോഗയിലേക്ക് തിരിയുന്നത്. അതെ, കറക്റ്റ് ആയിട്ടാണ്. എൻ്റെ പേര് ജോളി എന്നാണ്. ഞാനൊരു 3 വർഷമായിട്ട് ഇവിടെ യോഗ ചെയ്യുന്നുണ്ട്. 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. സർവീസിലെ സ്ട്രെസ് ഞാൻ തഹസിൽദാരായിരുന്നു. വന്നനൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് മാറ്റമുണ്ട്. എന്തൊക്കെയാണ് തോന്നുന്നത്? ഒത്തിരി റിലാക്സേഷൻ പറ്റി. എൻ്റെ വർക്കുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഉറക്കമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. പേര് ഓമന. എന്ത് ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ യോഗ സെൻറ്ററിലേക്ക് വന്നപ്പോൾ മുട്ട് ഒരു തരത്തിൽ എനിക്ക് താഴേന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത കാലം അവിടെ വെച്ച് അങ്ങനെയാണ് കയറി ഞാൻ വന്നത്. ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ഞാൻ കുറേ നേരം കിതക്കുകയായിരിക്കും. ഈ സ്റ്റെപ്പ് കയറുമ്പോഴത്തേന് അത്രയും ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റെപ്പ് മേളിലോട്ട് ചാടി കയറുമായിരുന്നു, ഓടിക്കയറാം എനിക്ക്. ഇനി എത്ര കയറാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പം കുത്തിയിരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് കുത്തിയിരുന്ന് എന്ത് വേണം ചെയ്യാം. കുത്തിയിരുന്ന് നമുക്ക് വീട്ടിലെ ജോലി പ്രധാനമായിട്ട് മീൻ വെട്ടാൻ കുത്തിയിരുന്നുണ്ട്. അതിനെ ഞാൻ സ്വപ്നം കണ്ടതല്ല. പക്ഷേ അതാണ്. അപ്പം ഞാനിവിടെ വന്നു, 3 വർഷം പഠിച്ചു. ഞാൻ YCB2 പരീക്ഷ നല്ല വിജയമുണ്ടായി. ഇപ്പം പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി മാറ്റമുണ്ട്. എനിക്കെല്ലാവരെയും നോക്കി ചിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിൽ ഒരു കാലുഷ്യമില്ല, എല്ലാവരെയും സന്തോഷമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ലോകം തന്നെ ജീവിതം അങ്ങനെ ആസ്വദിക്കുകയാണ്. റിട്ടയർമെൻറ്റ് ലൈഫ് യോഗയിലൂടെയാണ് എനിക്കത് സാധിച്ചെന്ന് തോന്നുന്നു. നമസ്തേ, പേര്? നമസ്തേ, പേര് മുരുകൻ. ഞാൻ ഈ പൈതൃ സ്കൂൾ ഓഫ് യോഗയുടെ യോഗ അധ്യാപകനാണ്. 10 വർഷമായിട്ട് ഇവിടെ യോഗ ഫീൽഡിലുണ്ട്, ചെയ്യുന്നുണ്ട്. കുറേ കുട്ടികളെ പുതുതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് യോഗ? സന്തോഷവും സമാധാനവും എന്ത് നൽകുന്നു അതിന് നമുക്ക് യോഗ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ലോകത്തിന് മുഴുവൻ ഇന്ന് ആവശ്യം അതാണ്, സ്നേഹവും സന്തോഷവും സമാധാനവും. അതുകൊണ്ട് ആൾക്കാർ മുഴുവൻ ഇതിലേക്ക് ഒഴുകിയെത്തുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിയാലും നമുക്കറിയാം യോഗയ്ക്ക് വേണ്ട പ്രാധാന്യം. നമ്മുടെ ഇന്ത്യയുടെ ഭരണ നേതൃത്വം യോഗയ്ക്ക് കൊടുക്കുന്ന പ്രൊമോഷൻ. ഞാനിപ്പം പൈതൃ സ്കൂൾ ഓഫ് യോഗയിൽ നിന്നും നാഷണൽ തലത്തിലേക്ക് യോഗാസന ഭാരതിൻ്റെ നാഷണൽ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുണ്ട്. അപ്പം വരുന്ന കാലഘട്ടത്തിൽ ഒളിമ്പിക്സിൽ, നാഷണൽ ഗെയിംസിൽ, ഖേലോ ഇന്ത്യ, അതേപോലെ മുഴുവൻ സംവിധാനങ്ങളിലേക്കും യോഗ എത്തിപ്പെടാൻ പോവുക. ഓൾറെഡി അതിനുള്ള സംവിധാനങ്ങളായി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളെ, കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ, അവരുടെ മാനസിക സംഘർഷങ്ങളും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ യോഗയിലേക്ക് ആകർഷകരാക്കി അവരെ പരിശീലനം നടത്തി അവരെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുക, അതിനുള്ള പരിശീലനം കൊടുക്കാനുള്ള അതോറിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. പൈതൃ സ്കൂൾ ഓഫ് യോഗയെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം എനിക്കുണ്ട്. നമസ്കാരം സാറേ, പേര്? നമസ്കാരം, സ്ലീബാച്ചൻ എന്നാണ് പേര്. ഇവിടെ 8 വർഷമായിട്ട് യോഗ ചെയ്യുന്നു. 8 വർഷമായിട്ട് യോഗ ചെയ്യുന്നു. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഷുഗർ, BP, കൊളസ്ട്രോൾ അങ്ങനെയെല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. പിന്നെ ഭയങ്കര ബോഡി ഭയങ്കര തടിയായിരുന്നു, വയറ് ഭയങ്കര കൂടുതലായിരുന്നു, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് യോഗ ചെയ്ത് ഒരു 21 ഡേയ്സ് ആയപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ കഴിച്ചിട്ടില്ല. 99% ജീവിതശൈലി രോഗങ്ങൾ ഇതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ചിലത് പൂർണ്ണമായി മാറാം. നമസ്കാരം മേഡം, പേര്? എലിസബത്ത്. ഇവിടെ ഇപ്പോൾ എത്ര നാളായി വന്നിട്ട്? ഞാനൊരു 3 മാസമായി. 3 മാസമായി. ഈ 3 മാസം വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഒട്ടും ജോയിൻസിനൊന്നും മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഭയങ്കര ഈ ഒരു ഹെക്ടിക് ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ പോയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നിയിട്ടാണ് വന്നത്. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. സാർ, ഈ യോഗ കൊണ്ട് ഈ വരുന്ന തലമുറകൾക്കും അല്ലെങ്കിൽ സമൂഹത്തിനോട് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ പേരൻസിനോടാണ്, രക്ഷകർത്താക്കളോടാണ് പറയാനുള്ളത്. ശരിക്കും അവരുടെ കുട്ടികൾ അവരുടെ വീട്ടിൽ 10 സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടെന്നും 10 മിനിറ്റ് പ്രാണായാമം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തിയാൽ, പേരൻസ് ഉറപ്പുവരുത്തിയാൽ അവർ ലഹരിക്ക് അടിമയാവത്തില്ല, ഒരു മാഫിയയുടെയും പുറകെ പോകത്തില്ല. അവരുടെ ആരോഗ്യം വളരെ അവർക്ക് വീട്ടുകാർക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും പേരൻസിന് ഉണ്ടാവത്തില്ല. നല്ല ചിന്തയും ചിരിയും എല്ലാം ഉണ്ടാവും. ഒരിക്കലും അതാണ് ഏറ്റവും ബെറ്റർ. അത് പേരൻസ് മനസ്സിലാക്കി കുട്ടികളെ യോഗയുടെ വഴിയിലേക്ക് കൊണ്ടുപോയാൽ പേരൻസിന് സ്വസ്ഥവും സമാധാനവും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു മനസ്സാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. കുട്ടികളൊക്കെ പറയുന്നത് നല്ല അടിപൊളി അഭിപ്രായം. അപ്പോൾ ഇനി സാറേ എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത് നേരെ തിരുവല്ലയുടെ ഹൃദയഭാഗം തന്നെയാണ്. ഇത് രാമഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. MC റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ സ്ഥാപനം. സിൽക്കോണ, ഓക്സിജൻ, ECB ഇതിന്റെ ഒക്കെ ഒത്ത നടുവിലാണ് ഈ പ്രസ്ഥാനം. ഒന്നുകൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? പൈതൃ സ്കൂൾ ഓഫ് യോഗ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്പറുണ്ട്, ഇതിന്റെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. വിളിച്ചിട്ട് നേരെ എത്തുക. ഇവിടെ വരുന്നവർക്ക് അങ്ങനെ ഇപ്പോൾ ദൂരെയുള്ളവർക്ക് സാറിൻ്റെ പഠിക്കണമെന്ന് തോന്നുന്നു, യോഗ പഠിക്കണമെന്ന് തോന്നുന്നു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സാർ, ഒരു 10 കിലോമീറ്റർ അകത്ത് ഞങ്ങൾ ഹോം ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഇവിടെ MSc പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർ നല്ല ടീച്ചേഴ്സാണ്. അവർക്ക് ഹോം ട്യൂഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ സജീവമാണ്. ഓൺലൈനും ഉണ്ട് നമുക്ക്. അതുപോലെ രാജ്യത്ത് എവിടെ നിന്ന് പഠിക്കാം. അതേപോലെ തന്നെ പേഴ്സണൽ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. 9 മണി തൊട്ട് പേഴ്സണൽ ക്ലാസ്സുകളും യോഗ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യും. അതും ഈ സ്ഥാപനത്തിലുണ്ട്. തീർച്ചയായിട്ടും യോഗ പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലായാലും ഇവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയായാൽ മതി.